ഈശോയ്ക്കും അമ്മയ്ക്കും പരിശുദ്ധാത്മാവിനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് മേരിക്കുട്ടി തങ്കച്ചൻ. കൊല്ലം രൂപത ഹോളി ഫാമിലി ചർച്ച് കാരിച്ചാൽ പായിപ്പാട് ആണ് എൻ്റെ സ്ഥലം. 3.5 വർഷമായിട്ട് എറണാകുളം കടവന്തറയിലാണ് താമസിക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എനിക്ക് 2 പെൺമക്കളാണ്. മൂത്തത് ദുബായിൽ ജോലി ചെയ്യുന്നു. ഇളയ മകൾ എറണാകുളത്ത് വിവാഹം കഴിച്ച്. ഇളയ മകളും ഭർത്താവും കൂടെ ഇവിടെ വന്ന് 2022 ഒക്ടോബർ 20 വന്ന് ഉടമ്പടി എടുത്ത് ഡിസംബർ 24 ഉടമ്പടി ഉഴപ്പി. പിന്നെ അത് മുൻപോട്ട് പോയില്ല. കാരുണ്യ പ്രവർത്തികളോ പ്രേക്ഷിത പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യാതെ പത്രം വീട്ടിൽ തന്നെ വെച്ചിരുന്നു. അന്ന് തൊട്ട് പത്രത്തെ നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ആകർഷണം പോലെ ഉണ്ടാകാറുണ്ടായിരുന്നു. 2023 ജനുവരിയിൽ ഞാൻ വിസിറ്റിങ്ങിന് ദുബായിൽ മോളക്കലിട്ട് പോയപ്പം ഈ പത്രവും കൂടെ കൊണ്ടുപോയി. അവിടെ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ ഞാൻ ഈ പത്രം വിതരണം നടത്തി. അത് കഴിഞ്ഞ് വിസിറ്റിങ് കഴിഞ്ഞ് മെയ് മാസത്തിൽ തിരികെ എത്തി. ജൂൺ 26 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇവർ ഉടമ്പടി ഉഴപ്പിയപ്പോൾ മുതൽ മാനസികമായിട്ട് വിഷമമായിരുന്നു. അതിന് പകരമായിട്ട് മക്കൾക്ക് പകരമായി അമ്മ ഉടമ്പടി എടുത്ത് പോകാൻ നേരം ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടുണ്ടാണ് പോയത്. അപ്പോൾ ഈ ആൾക്കാരെ നോക്കി, അമ്മയെ നോക്കി ഞാൻ പറഞ്ഞു, അമ്മേ, ഇതുപോലെ സാക്ഷ്യം പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല, സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമില്ല, അമ്മയോടും തിരുക്കുമാരനോടും ചേർന്ന് പോയാൽ മാത്രം മതിയെന്ന്. പിന്നെ വീട്ടിലെ സാഹചര്യം, മക്കൾ ജോലിക്ക് പോയി കഴിയുമ്പം 1.25 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നോക്കണം. അപ്പം കൂടുതൽ ഇതിനകത്ത് കൊടുത്തേക്കുന്ന പോലൊന്നും ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കത്തില്ലെന്നുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പോയത്. ഞാൻ ഉദ്ദേശിച്ചതിൽ ഒത്തിരി മാറ്റങ്ങൾ, ഇത്രയും കൃപകൾ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. 6 നിയോഗങ്ങൾ ഒന്നാമത് കൊടുത്തത് എന്നെ ഈശോയിലും അമ്മയിലേക്കും കൂടുതൽ അടുപ്പിക്കണം, നിത്യതയും ദൈവസ്നേഹത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നാണ്. എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതൊന്നുമല്ല ഞാൻ എഴുതിയത്. എന്നെ എൻ്റെ കുടുംബത്തെയും നിത്യതയിലേക്ക് നയിക്കണമെന്ന്. അത് 1-ാം ഉടമ്പടിയോട്ട് പുതുക്കുന്നവരെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് അത്ഭുതങ്ങളും അടയാളം കൊണ്ട് പ്രാർത്ഥനയിലേക്ക് ഞാൻ കൂടുതൽ വന്ന് കൊന്തയും ചെല്ലുന്നതിനും ബൈബിൾ വായിക്കുന്നതിനും കൂടുതൽ ഇട്ടിക്കൊണ്ടിരുന്നു. ആത്മീയതയിലേക്ക് എന്നെ നയിക്കുമായിരുന്നു. ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരോട് വചനത്തിലേക്ക് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ 1-ാമത്തെ നിയോഗം അതായി. 2-ാമതായിട്ട് എനിക്ക് 35 വർഷമായിട്ട് എൻ്റെ ദേഹം മുഴുവനും മുളക് പൊടി വാരിപ്പറട്ടിയ പോലുള്ള അലർജി. ചൂട് കൂടുമ്പോഴത്തേക്ക് വല്ലാത്ത അസ്വസ്ഥതകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് മരുന്നുകൾ കഴിച്ചിട്ടെങ്ങും മാറാതെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. ഇവിടെ വന്ന് 2023 ജൂൺ 26 ഉടമ്പടി എടുത്തതോടുകൂടി പിന്നെ അത് ഉണ്ടായിട്ടില്ല. 23 24 അത്രയും ശക്തമായ ചൂട് കൂടിയിട്ട് പോലും എനിക്ക് ഒരു കുഴപ്പങ്ങളും ഉണ്ടായില്ല. എനിക്ക് ഒരു കുഴപ്പങ്ങളുമില്ല. എല്ലാം എന്ത് വേണേലും ചെയ്യുന്നതിന് ഒരു പ്രശ്നങ്ങളുമില്ല. നീറ്റലും ചൊറിച്ചിലുകളും ഒന്നും തന്നെ ഇല്ല. പിന്നെ സ്ഥലം വിൽക്കാതെ കിടന്നത് നിയോഗമായിട്ട് വെച്ച് സ്ഥലം വിൽപ്പന അത്ഭുതകരമായിട്ട് നടന്നു കിട്ടി. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം കണ്ടയോമാലയിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പം അതിന് തലേ ദിവസം ഒക്ടോബർ 27 മസിൽ പെയിൻ ഉണ്ടായി വരാനൊക്കാതെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അത്ഭുതകരമായിട്ട് വെളുപ്പിനെ അമ്മ എന്നെ ഉണർത്തി അഖണ്ഡയോമാലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അഖണ്ഡയോമാല കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ നാട്ടിൽ ഹരിപ്പാട്ടെത്തിയപ്പോൾ ഒരു ബ്രോക്കർ മുഖേന എനിക്ക് സ്ഥലം വേണമെന്ന് ചോദിച്ചു. സ്ഥലം പോയി കണ്ട്, റോഡ് സൈഡിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടിയ സ്ഥലം. അത് ഞാൻ ഡിസംബർ 18 8 ലക്ഷം രൂപ കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതുന്നവരെ ആരും ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. എഗ്രിമെൻ്റ് കഴിഞ്ഞപ്പോൾ മുകളിൽ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ക്രൈസ്തവരായ മക്കളെല്ലാവരും എന്തിനാണത് മേടിക്കാൻ പോയത്? ഒരുപാട് 5 കൂട്ടം അസ്വസ്ഥതകൾ പറഞ്ഞു. ഞാൻ വളരെ വെപ്രാളം പിടിച്ച് ഇല്ലാത്ത പൈസ മുടക്കി 8 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയതോർത്ത് വേദനപ്പെട്ട് ഡിസംബർ തൊട്ട് വേദനയിൽ കഴിഞ്ഞു. അങ്ങനെ ഇത് വേണ്ട എന്നുള്ള തീരുമാനത്താൽ വേറെ 6 സ്ഥലവും 6 വീടും വേറെ പോയി നോക്കി. ഇത് വേണ്ടെന്നങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏപ്രിൽ മെയ് ജൂൺ 3 മാസം അടുപ്പിച്ച് വന്ന് അച്ഛനെ കണ്ട്. 3 പ്രാവശ്യം കണ്ടിട്ടും അച്ഛന്
കാശുരൂപം തന്നു വിടുന്നു. ഒരക്ഷരം പോലെ നീ അത് വേണ്ടാന്ന് വെക്കുമെന്ന് വിചാരിച്ചിട്ടും അച്ഛനൊന്നും മിണ്ടുന്നില്ല. ഞാൻ ജൂലൈ മാസത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വന്നു. ഈ പ്രാവശ്യം കൂടെ വന്ന് പിന്നെ വരത്തില്ലെന്നുള്ളതിലായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ കൗണ്ടറിൽ വന്ന് എനിക്ക് ടോക്കൺ തരാൻ ഞാൻ സണ്ണി ബ്രദറിനോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇത്രയും നാളായിട്ട് ഒരക്ഷരം എന്നോട് മിണ്ടിയില്ല. വെളി വന്നപ്പോൾ ഞാൻ ടോക്കൺ തുറന്ന് നോക്കാം അതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നതെന്ന്. അന്നേരം വസ്തു വിൽപ്പനയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് മുട്ടുകൂത്തി 10 പേരോളം ഇപ്പോൾ ഉണ്ടായിരുന്നു. അവരത്രയും പേരെ പിന്നെ പ്രാർത്ഥിച്ച് മക്കളെ എല്ലാവരും വിശ്വാസ പ്രമാണം ചെയ്യാൻ അച്ഛൻ പറഞ്ഞ് കുരിശുരുവാൻ കൈ കൊടുത്ത് നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ട് ഈശോയെ അമ്മയെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് കൈ തന്നു. അത്രയും പേരുടെ കൂട്ടത്തിൽ ജൂലൈ മാസം 7-ാം തീയതി ആയിരുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം. ഞാൻ പ്രത്യേകം പ്രാർത്ഥനയിലാണ് എപ്പോഴും. എന്നെ മാത്രം നോക്കി അച്ഛൻ പറഞ്ഞു, ഇന്നേക്ക് 18-ാമത്തെ ദിവസം നിങ്ങളുടെ കാര്യത്തിന് തീരുമാനമാകുന്നു. ഞാൻ പോയിരുന്നു വിരലയിൽ എണ്ണി നോക്കിയാൽ 18 ദിവസം എന്നുള്ള ജൂലൈ 27-ാം തീയതി തന്നെ 24-ാം തീയതി തന്നെ എൻ്റെ ആ സ്ഥലത്തിന് ആധാരം എഴുത്ത് നടന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവ് അഖണ്ഡ ജപമാലയിലൂടെ എനിക്ക് കാണിച്ചു തന്ന സ്ഥലമായിരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് തൊട്ട് എല്ലാ ബാങ്കുകളും എല്ലാം ഉള്ള സ്ഥലമായിരുന്നു അത് ആധാരം എഴുത്ത് ജൂലൈ 24-ാം തീയതി തന്നെ നടന്നു. പിന്നെ എനിക്ക് അടുത്ത നിയോഗം പറയാനുള്ളത്, വർഷങ്ങളായിട്ട് ഉള്ള അസുഖമാണ്. എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. യാത്ര ചെയ്യുമ്പോഴും അല്ലാതെ മോശം പോകുന്ന സമയത്ത് പോയില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. അതിൽ ഞാൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് വേദനപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ആധാരം എഴുതുന്നതിൻ്റെ തലേദിവസം 23-ാം തീയതി 3 രോഗികളെ പോയി കാണാൻ പോയി. 3ാമതെടുത്ത് പോയിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പം എനിക്ക് പെട്ടെന്ന് പണ്ട് നേരത്തെ ഉണ്ടാകുന്ന അതേ രീതിയിൽ തന്നെ ഉണ്ടായി. ഞാനവിടെ നിന്ന് അമ്മയെ വിളിച്ച് കരഞ്ഞ്, എത്ര വർഷം കൊണ്ട് ഞാനിത് അനുഭവിക്കുന്നു, അമ്മേ ഈ അസുഖം എനിക്കൊന്ന് മാറ്റി തരണേ. ഞാനവിടെ റോഡിൽ നിന്ന് വെട്ടി വേർത്ത് ബസ്സുകൾ കടന്നു പോകുന്നു, എനിക്ക് കയറാൻ വയ്യ. ഒരു തരത്തിൽ വീട്ടിലെത്തി. അതിൽ പിന്നെ ജൂലൈ 23-ാം തീയതി കഴിഞ്ഞിപ്പോൾ 3 മാസമായി. ഇതുവരെ ഒരു പ്രാവശ്യം പോലും അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അടുത്ത നിയോഗം, എനിക്ക് ഉറക്കമില്ലാഴിക വർഷങ്ങളായിട്ടുള്ളതാണ്. ഉടമ്പടി എടുത്തേ പിന്നെ സുഖമായിട്ട് ഉറങ്ങാൻ അമ്മമാതാവും തിരുക്കുമാരനും അനുവദിച്ച് തന്നിട്ടുണ്ട്. കോടാനുകോടി നന്ദി. പിന്നെ എനിക്ക് ഒരു ഭയം, ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകത്തില്ല. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങത്തില്ലായിരുന്നു. ഇപ്പോൾ ഉടമ്പടിയിലൂടെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങും. ആരും കൂട്ട് വേണമെന്നില്ല. കാരുണ്യ പ്രവൃത്തികൾ ഒരുപാടില്ല. 3 ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് തൈലം ഇട്ട് കൊടുക്കുകയും എന്നെക്കൊണ്ട് കഴിവുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അനാഥാലയത്തിൽ പോയി വൈകുന്നേരത്തൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും അവരുടെ അടുക്ക കുറേ നേരം ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം പത്രം കൊടുക്കുന്നതിനകത്താണ് ഞാൻ കൂടുതലായിട്ട് താല്പര്യം കാണിച്ചത്. ദുബായിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ഘട്ട തുടങ്ങിയത് ഇപ്പോൾ 20 കെട്ട് പത്രം വരെ ഓരോ മാസങ്ങളിലും കൊണ്ട് കൊടുക്കും. 10 കെട്ട് കൊടുക്കാത്ത ഒറ്റ മാസവും ഇല്ല. 10 കെട്ട് കൊടുത്ത് പിന്നെ ഹരിപ്പാട്ട് പോകാൻ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായാൽ ഉടനെ ഇവിടെ ഇറങ്ങും. ഒരു മാസത്തിൽ 3-4 പ്രാവശ്യം വരെ ഞാൻ ഇവിടെ വരുന്ന പത്രം മേടിച്ചുകൊണ്ട് പോയി വിതരണം നടത്തും. പിന്നെ 4 പള്ളികളിൽ ഇരുന്ന പത്രങ്ങളെടുത്ത് ഞാൻ വിതരണം നടത്തിയിട്ടുണ്ട്. 9 പള്ളികളിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ നോക്കി 9 പള്ളികളിൽ പോയി ഈ പത്ര വിതരണം നടത്തിയിട്ടുണ്ട്. പിന്നെ 11 സ്ഥലങ്ങളിൽ പോയി പത്ര വിതരണം നടത്തിയിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഈ പത്രം പൊക്കിക്കൊണ്ട് നടക്കുന്നു, എന്തിനാ ഇത്ര മേടിക്കുന്നു, 1-2 കെട്ട് മേടിച്ചാൽ പോരായോ. എനിക്ക് കൂടുതലായിട്ട് പത്രം കൊടുക്കുന്നതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഭ്രമമാണ്. പള്ളിയിലൊക്കെ പത്രം ഇരിക്കുന്ന കാണുമ്പോൾ എന്തെന്നില്ലാത്ത നെഞ്ചുവേദന പോലെ വരും. എൻ്റെ ഈശോയും അമ്മയും കൊണ്ടുവന്ന് എവിടെയെങ്കിലും മൂലയ്ക്ക് കൊണ്ട് തട്ടിയിരിക്കുന്നു. ഓടിച്ചെന്നെടുത്ത് നെഞ്ചോട് ചേർത്ത് ഞാൻ തന്നെ വെളിയിലിറങ്ങി വിതരണം നടത്തും. ഈ ചൊവ്വാഴ്ച ഇവിടെ സാക്ഷ്യം പറയാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, ഈ മാസത്തെ പത്രം കാരുണ്യ പ്രവൃത്തിയും ചെയ്തിട്ട് മതി. അമ്മയുടെ അനുവാദം മേടിച്ചുകൊണ്ട് പോയി പത്രം 4-ാം തീയതി തന്നെ കൊടുത്തു കഴിഞ്ഞ്. 5-ാം തീയതി ഇന്നലെ ഞാൻ പോകുന്ന പള്ളിയിൽ ചെന്നപ്പം ഈ ഒക്ടോബറിലെ പത്രം അവിടെ നേർച്ചപ്പെട്ടിയുടെ പുറത്ത് കൊണ്ടുവച്ചേക്കുന്നു. പെട്ടെന്ന് കുർബാന ശ്രദ്ധിക്കാതെ ഞാൻ വേഗം പോയി അത് എടുത്ത് കൊണ്ടുവന്ന് നെഞ്ചത്ത് അടുക്കി പിടിച്ചുകൊണ്ട് നിന്ന് കുർബാന കഴിഞ്ഞ് അച്ഛൻ ആശീർവാദം പറയുന്നതിന് മുമ്പേ വെളിയിലിറങ്ങിപ്പോയി നിന്ന്
പത്രം അന്നേരം പെണ്ണുങ്ങൾ പറഞ്ഞു അവിടെ വെച്ചാൽ പോരാ. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അങ്ങനെ ആ വിതരണവും നടത്തി ക്യാൻസർ വാർഡിൽ പോയി രോഗികളെ പോയി കണ്ടിട്ടിന് ശേഷമാണ് ഇന്നിവിടെ വന്നത്. ഇത്രത്തോളം ഉപകാരങ്ങൾ ചെയ്ത അമ്മയ്ക്ക് കോടാനുകോടി നന്ദി.